പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് തുണയേകുന്ന പള്ളിപ്പുറം തണലിന്റെ 25ാം വാർഷികവും ഓണാഘോഷവും നടത്തി. തൊഴിലാളി സേവാ സംഘം ഹാളിൽ നടന്ന സമ്മേളനം കെ എൻ ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായി വയോജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തണൽ എന്ന കൂട്ടായ്മയുടെ 25ാമത് വാർഷികവും ഈ ഓണാഘോഷ പരിപാടികളും വളരെ സന്തോഷത്തോടു കൂടി ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ആദ്യമേ ഞാൻ അറിയിക്കുന്നു. അവിടുത്തെ ഓണാഘോഷം വയോജനങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ ഓണാഘോഷം നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വയോജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ നയം കാലാനുസൃതമായി പരിഷ്കരിച്ചു. ഒരു പുതിയ നയം ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള വയോജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സവിശേഷതകളോടും കൂടിയ പുതിയ മാറ്റങ്ങളോടും കൂടിയ ഒരുപാട് സംരക്ഷണ നടപടികൾ നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പുതിയ കാലാനുസൃതമായ ഒരു നിയമം നമ്മുടെ സർക്കാർ നമുക്ക് വയോജനങ്ങൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും വേണ്ടി സമർപ്പിച്ചു എന്നുള്ള സന്തോഷകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഓണാഘോഷം നടക്കുന്നത്. അതുമാത്രമല്ല, ആ വിഭാവനം ചെയ്യപ്പെട്ട നയത്തിന്റെ ഭാഗമായി ഏതാണ്ട് കോടതിയുടെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ നിയമം അനുശാസിക്കുന്ന വയോജന കമ്മീഷൻ, ആ വയോജന കമ്മീഷനെയും വയോജനങ്ങൾക്കുള്ള പുതുവത്സര സമ്മാനമായി കേരളത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് സോമപ്രസാദ്, നമ്മുടെ പഴയ രാജ്യസഭ അംഗമായിട്ടുള്ള കേരളത്തിലെ പാവങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച വളരെ കഴിവും പ്രാപ്തിയുമുള്ള ശ്രീ സോമപ്രസാദ്, അദ്ദേഹത്തെയാണ് വയോജന കമ്മീഷനായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം അതിന്റെ വാർത്തയിൽ ചെയർമാൻ VX ബെനഡിക്ട് അധ്യക്ഷത വഹിച്ചു. CP പള്ളിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ജോസ് മാളിയേക്കൽ ഓണസന്ദേശം നൽകി. രക്ഷാധികാരി ലെനിൻ പുത്തൻവീട്ടിൽ, നേവ മരിയ ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, AP പ്രനിൽ, അലക്സ് താളൂപ്പാടത്ത്, ചിന്നമ്മ ധർമ്മൻ, മേരി അംബ്രോസ്, ഫാദർ ബൈജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ശ്രീഭദ്ര കലാക്ഷേത്ര അവതരിപ്പിച്ച ഓണക്കളയും തിരുവാതിരയും നടന്നു.